നമസ്കാരം കുട്ടികൾക്കും സുഭാസാറാണ്. നമ്മുടെ +2 റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും വലിയ വില്ലനായിട്ട് അവതരിച്ചത് ഈ വർഷം കെമിസ്ട്രി സബ്ജക്റ്റ് ആണ്. റിസൾട്ട് വരുന്നതിന് മുൻപേ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ തോൽക്കാൻ സാധ്യതയുള്ളതും കെമിസ്ട്രി ആയിരുന്നു എന്ന്. അത് ഏകദേശം കറക്റ്റ് ആവുന്ന രീതിയിൽ കൂടെയായിരുന്നു റിസൾട്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. എന്നിട്ടും ഫുൾ മാർക്ക് ഉള്ളവരൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതിനകത്ത് മാറ്റി നിർത്തിയാൽ അതൊക്കെ കുറച്ച്, എന്നാലും നമുക്ക് ഒരുവിധം മെജോറിറ്റി +2 കെമിസ്ട്രിയുടെ മാർക്ക് നോക്കുമ്പോൾ +1 വളരെ അന്തരമാണ്, വ്യത്യാസമാണ്. ഫുൾ മാർക്കുള്ള +1 ഒരു കുട്ടിക്ക് പോലും +2 എത്തിയപ്പോൾ കിട്ടിയത് 30, 33, 25 ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി പോലും എഴുതാൻ പറ്റില്ല. ഫുൾ മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ +1 കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര മോശമല്ല. അപ്പൊ ആ കുട്ടിക്ക് +2 ഒരിക്കലും നമ്മൾ അത്രയും താഴുമെന്ന് പേരൻസോ കുട്ടിയോ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ടഫായിരുന്നു എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇത്രയും താഴുമെന്ന് അറിഞ്ഞിരുന്നില്ല. ഏതാണ്ട് 56, 57 ഉള്ള ഒരു കുട്ടിക്ക് 9 മാർക്ക് കിട്ടിയിട്ടുണ്ട് +2. മീൻസ് +1 56, +2 9 മാർക്ക്. എങ്ങനെ സഹിക്കും ഒന്നാലോചിച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പ്രശ്നമായിരുന്നു. ഇനിയിപ്പം നമുക്ക് അതിനെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എക്സാം ഇത്തിരി ടഫായിരുന്നു, അതിന്റെ എനിക്ക് തോന്നുന്നു സിലബസിൽ ഇല്ലാത്തത് വന്നോ എന്നൊക്കെ അറിയില്ല. കുറച്ചൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്കിത് കേട്ടപ്പോൾ തന്നെ ആദ്യമായിട്ട് ഇത്രയും കെമിസ്ട്രിയുടെ മാർക്ക് കുറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കെമിസ്ട്രി ഇങ്ങനെ പതുക്കെ പതുക്കെ ഗ്രാജുവലി ഇങ്ങനെ മാർക്ക് കുറഞ്ഞ് കുട്ടികളുടെ തോൽവിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ കുറേ വർഷമായിട്ട് ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത് നേരത്തെയൊക്കെ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ എല്ലാവർക്കും മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അന്നൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്ക് ഇതൊക്കെ വായിച്ച് പഠിക്കാനുള്ള സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വായിച്ച് പഠിക്കാനുള്ള സമയം നന്നേ കുറവാണ്. ആരുമേ ഇത് വായിക്കാനുള്ള ടെൻഡൻസിയേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഓർത്തിരിക്കാനും എക്സാമിന് ചെന്ന് എഴുതാനും ഒക്കെ വളരെ പണിയാണ്. എല്ലാം വായിച്ചെങ്കിൽ മാത്രമേ അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യനും ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ചെയ്യാനുമായിട്ടൊന്നും ഒത്തിരി പ്രശ്നമൊന്നുമില്ല. ചെയ്യുന്നതല്ല പ്രശ്നം, വായിക്കുക, എഴുതുക. ഈ പ്രശ്നം ഇപ്പൊ വളരെ കുറവായതുകൊണ്ട് തന്നെയാണ് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും റിസൾട്ടുകൾ കേട്ടിട്ട് നമുക്ക് ആകമേ ഒരു വല്ലാതെ വന്നു. കാരണം +1 റിസൾട്ടും +2 റിസൾട്ടും നമ്മൾ നോക്കുമ്പോൾ ഈ കുട്ടി തന്നെയാണോ +2 എഴുതിയത് എന്ന് നമുക്കൊരു സംശയം വരെ തോന്നുന്നുണ്ട്. എന്തായാലും വില്ലനായി. ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞവർക്ക് ഇപ്പൊ നമുക്ക് 5 A+ഉം 1 Aയും കിട്ടിയതിനുള്ളിൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കെമിസ്ട്രി ആവും. ഇനി 5 A+ഉം 1 Bയും കിട്ടിയ ഒരു കുട്ടിയുണ്ട്. അവർക്ക് B എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. കാരണം എന്തായാലും ഇമ്പ്രൂവ്മെന്റിൽ ഇത്തിരി നന്നായിട്ട് എഴുതാൻ പറ്റും. ഒരു സബ്ജക്റ്റൊക്കെ ഈ 1 മാസം കൊണ്ട് പഠിക്കുമ്പോൾ നന്നായിട്ട് അവർക്ക് അപ്പൊ ഫുൾ A+എത്താൻ വളരെ ചാൻസ് ആണ്. ഒട്ടുമേ അതിൻ്റെ മടി വിചാരിക്കല്. നിങ്ങൾ അതുകൊണ്ട് എഴുതി എന്തുമാത്രം കുഴപ്പമുണ്ടോ അതങ്ങ് ക്ലിയർ ചെയ്തേക്കണം. കെമിസ്ട്രിയെ നമുക്ക് ടോപ്പിലെത്തിക്കാനുള്ള ഒരു വഴിയാണ് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ്. ഒരിക്കലും അപ്പൊ എല്ലാവരും ആ മടി വിചാരിക്കരുത്. കാരണം ചില കുട്ടികളുണ്ട് ഇനിയിപ്പോ എനിക്കൊന്ന് പഠിക്കാൻ വയ്യ, എങ്ങനെ പഠിക്കും? ആ മടിയൊന്നും വേണ്ട. കുറച്ചു നേരം ഇരുന്ന് പഠിച്ചാൽ മതിയല്ലോ. എന്നിട്ട് എക്സാം പോയി എഴുതിക്കോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയ മാർക്കിനേക്കാളും കൂടുതൽ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ റിസൾട്ടുകൾ ഇങ്ങനെ പലയിടത്തു നിന്നും കളക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഏറ്റവും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ട് കെമിസ്ട്രിയുടെ അതായിരുന്നു. മാർക്ക് നന്നായിട്ട് കുറഞ്ഞതായിട്ടാണ് അറിഞ്ഞത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ എക്സാമ്പിൾസ് ഇതിൻ്റെ ഉണ്ടായിരുന്നു. അതൊന്നും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാം. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എല്ലാത്തിനും ഉണ്ട്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഉറപ്പിച്ച് ജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ.